കൈരളി ന്യൂസ് പുറത്തുവിട്ട വാർത്ത ശരിവച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കൈരളി ന്യൂസ് പുറത്തുവിട്ടത് പാർട്ടിക്കുള്ളിൽ നടന്ന ആഭ്യന്തര ചർച്ച. 137 ചലഞ്ചിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഓഡിയോ സന്ദേശമല്ല, കൈരളിയിലൊരു വാർത്ത കണ്ട് ഞാൻ. അത് ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ, ഫോൺ സംഭാഷണമൊന്നുമല്ല, ഓൺലൈൻ മീറ്റിങ്ങിൽ ഞങ്ങൾ തമ്മിൽ തർക്കമല്ല ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് 137 ചലഞ്ച് നമ്മുടെ പാർട്ടിയിലെ ചർച്ചയാണ്, ഇന്റേണൽ ചർച്ചയാണ്. അത് പറയാൻ പാടില്ലാത്തതാണ് പുറത്ത്. ഇത് ഇങ്ങനെ ഇത് ആരോ ചോർത്തി വന്നതാണ് ആ വാർത്ത. എന്താ ഒന്നുമില്ലല്ലേ ഈ അവസാനത്തെ ദിവസമായിട്ടും കയ്യിലേക്കൊന്ന് രാവിലെ കൊടുക്കാൻ ഒരു സാധനമില്ല കയ്യിൽ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലും മെമ്പറാണ്. ഞാൻ അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലും മെമ്പറാണ്. കോളേജിൽ പഠിക്കും. ഞാൻ അവനോട് ചോദിച്ചാൽ അവൻ എന്ത് ചെയ്താൽ തലേദിവസത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ കാര്യം എന്നോട് പറയില്ല. ഞങ്ങൾ അത്ര സുഹൃത്തുക്കളാണ്. ഞാൻ മണ്ഡലം കമ്മിറ്റിയിലെ കാര്യം അവനോടും പറയില്ല. ഇപ്പം ACC കൂടിയാലും KPC കൂടിയാലും പോളിറ്റ് ബ്യൂറോ കൂടിയാലും കേന്ദ്ര കമ്മിറ്റി കൂടിയാലും വാർത്ത പുറത്തു വരും. അത് ഈ കാലമാണ്, അത്രയേ ഉള്ളൂ. നിർഭൻ തിരുവനന്തപുരത്തും ചേരുകയാണ്. നിർഭൻ, വളരെ നിഷ്കളങ്കമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത്. അതുപോട്ടെ, അതല്ല വിഷയം. നമ്മളുടെ വാർത്ത ഇപ്പോൾ ശരിവെക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതൊരു ഇന്റേണൽ സംഭാഷണമായിരുന്നു എന്നാണ്, സൂം മീറ്റിംഗിലെ സംഭാഷണമായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്താണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? മനു, നമ്മൾ നൽകിയ വാർത്ത, അതായത് ഈ ഓഡിയോ സന്ദേശം എന്ന് പറയുന്നത് വി ഡി സതീശൻ സ്ഥിരീകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അദ്ദേഹം പറയുന്നത്, ആരോപണമായി ഉന്നയിക്കുന്നത് ഇത് ഒരു ഫോൺ സംഭാഷണമല്ല, ഓഡിയോ ഫോൺ സംഭാഷണ ഈ ശബ്ദശകലം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൈരളിക്ക് ചോർന്ന് കിട്ടിയതല്ല, അങ്ങനെ ഒരു വാദം അല്ല നിങ്ങൾ പറയുന്നത്. മറിച്ച് ഇതൊരു സൂം മീറ്റിംഗ് ആയിരുന്നു. KPCCയുടെ സൂം മീറ്റിംഗ് യോഗത്തിനകത്ത് നടന്ന പാർട്ടിയുടെ ഇന്റേണൽ ആയിട്ട് നടന്നൊരു ചർച്ചയുടെ ഭാഗങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് എന്നതാണ് ആദ്യ ഭാഗമായി വി ഡി സതീശൻ പറഞ്ഞത്. കൈരളി ന്യൂസും പറഞ്ഞത് ഈ സൂം മീറ്റിംഗിനകത്ത് നടന്ന ആഭ്യന്തര ചർച്ചയുടെ വിഷയങ്ങൾ തന്നെയാണ് കൈരളി ന്യൂസ് രാവിലെ പുറത്തുവിട്ടത്. പക്ഷേ വി ഡി സതീശൻ ആ നിലയിലൊന്ന് വളച്ചൊടിക്കാനുള്ള ശ്രമം ആദ്യം മുഖവിരയെ നടത്തി. അതിനുശേഷം നമ്മൾ തന്നെ ചോദിച്ചു, ഇത് പാർട്ടിക്കുള്ളിലെ 137 ചലഞ്ചുമായി ബന്ധപ്പെട്ട ആഭ്യന്തര ചർച്ചയിൽ തർക്കങ്ങളല്ലേ എന്ന് ചോദിച്ചത്. ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഫണ്ട് ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. 137 ചലഞ്ച് നടത്തിയപ്പോൾ അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഫണ്ട് നൽകിയവർ നൽകിയെന്ന് പറയുകയും എന്നാൽ ഇവിടെ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട ചില കണക്കുകളിൽ ചില പിശക് വന്നിരുന്നു. ആ പിശക് വരും ദിവസങ്ങളിൽ ഇനി 138 ചലഞ്ചും മുന്നോട്ട് പോകുമ്പോൾ അവയെല്ലാം പരിഹരിച്ച് കണക്കുകൾ ക്രമപ്പെടുത്തണം എന്ന ക്രിയാത്മകമായ നിർദ്ദേശം പാർട്ടിയുടെ ഒരു ആഭ്യന്തര ഫോറത്തിൽ താൻ ഉന്നയിച്ചതാണ്. അത് KPCC അധ്യക്ഷനായ K സുധാകരൻ അടക്കം ബോധ്യപ്പെട്ടു. അദ്ദേഹം അടക്കം ഇത് പരിശോധിക്കുമെന്ന് പറയുന്നുണ്ട്. 12-ാം തീയതി വീണ്ടും യോഗം ചേരുമെന്ന കാര്യവും നിങ്ങളുടെ ഈ ഓഡിയോ സന്ദേശത്തിലുണ്ട്. അത് ഒരു ക്രിയാത്മകമായ ചർച്ചയാണ്. അതിനെയാണ് കൈരളി ന്യൂസ് വലിയ തരത്തിലുള്ള ഫണ്ടിലെ ക്രമക്കേട് എന്ന തരത്തിൽ വാർത്ത നൽകിയത്. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം പോലും കൈരളിക്ക് വേറെ വാർത്ത ഒന്നും കൊടുക്കാനില്ലേ എന്ന തരത്തിലായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. പക്ഷെ ഒരു കാര്യം വസ്തുതയാണ്, ഇത് ആഭ്യന്തരമായി നടന്ന KPCCയുടെ സൂം മീറ്റിംഗിനുള്ളിൽ നടന്ന പ്രധാനപ്പെട്ട ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. PV കുട്ടനാണ് ആ വാർത്ത പുറത്തുവിട്ടത്. അത് വി ഡി സതീശൻ പൂർണ്ണമായി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിലെ ഫണ്ടിലെ ക്രമക്കേട് നടന്നില്ല എന്ന ന്യായീകരണവും അദ്ദേഹം നടത്തുന്നുണ്ട്. പിന്നെ പാർട്ടിയിലെ ആഭ്യന്തരമായി നടക്കുന്ന ചർച്ചകൾ ഇപ്പോൾ പുറത്തു പോകുന്നത് വലിയ കാര്യമൊന്നുമല്ല. എല്ലാ പാർട്ടിയിലെയും രഹസ്യങ്ങൾ ഇപ്പോൾ പുറത്തു പോകുന്നുണ്ട്. അത് ആ നിലയ്ക്ക് ഇതിനെ കണ്ടാൽ മതി എന്ന തരത്തിലായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് മനു, ഇത്രയും റിലവന്റ് ആയിട്ടുള്ള വി ഡി സതീശനും K സുധാകരനും ഒപ്പം തന്നെ മരിച്ചുപോയ പ്രതാപനും സംസാരിക്കുന്ന സൂം മീറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഡിയോ സന്ദേശമാണ് നമ്മൾ പുറത്തുവിട്ടത്. അതൊരിക്കലും വി ഡി സതീശനെ പോലൊരു നേതാവിന് നിഷേധിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വാർത്തയെ സ്ഥിരീകരിക്കുന്നു. പക്ഷേ അതിന്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട ക്രമക്കേട്ട് ഭാഗം അദ്ദേഹം അംഗീകരിച്ചുമില്ല. മനു, ശരി, നിർഭനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.